ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ടീമിന്റെ പഴയ ഓപ്പണർ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായ ശിഖർ ധവാൻ തന്റെ ആഭ്യന്തര അന്താരാഷ്ട്ര ക്രിക്കറ്റ് ജീവിതത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ നിന്നും തുടരെ അവസരം കിട്ടാതെ പുറത്തായ ശിഖർ ധവാൻ ആഭ്യന്തര ടൂർണമെന്റുകളിലൂടെ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്വിറ്ററിലൂടെയാണ് ഇപ്പോൾ തന്റെ വിരമിക്കൽ ധവാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി എല്ലാ ഫോർമാറ്റിലും ഓപ്പണർ റോളിൽ കളിച്ചിട്ടുള്ള താരമായിരുന്നു ശിഖർ ധവാൻ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ രോഹിത് ശർമ്മ ശിഖർ ധവാൻ സഖ്യം തന്നെയായിരുന്നു ടീം ഇന്ത്യയുടെ നെടുന്തൂണായി മാറിയിരുന്നത്. ഓപ്പണിംഗിൽ തിളങ്ങിയ ഇരുവരും നിരവധി പരമ്പരകളാണ് ടീം ഇന്ത്യക്ക് നേടിത്തന്നിട്ടുള്ളത്. 167 ഏകദിന മത്സരങ്ങളിൽ നിന്ന് 6793 റൺസാണ് ധവാന്റെ സമ്പാദ്യം. ഇതിൽ 17 സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. 122 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 8499 റൺസും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ അവസാന ഏകദിനം കളിച്ചത് 2022 ബംഗ്ലാദേശിനെതിരെയായിരുന്നു. 2021 അദ്ദേഹം അവസാനമായി T20 ടീം ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. ടെസ്റ്റ് ഫോർമാറ്റിൽ 2315 റൺസും T20 ഫോർമാറ്റിൽ 1759 റൺസും ഫസ്റ്റ് ക്ലാസ് T20കളിൽ നിന്ന് 9797 റൺസുമാണ് ശിഖർ ധവാന്റെ സമ്പാദ്യം. ഇന്ത്യക്ക് നിരവധി പരമ്പരകൾ നേടിക്കൊടുത്ത ശിഖർ ധവാൻ തീർച്ചയായിട്ടും ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് അർഹമായ ഒരു റിട്ടയർമെന്റ് ഇവിടെ നൽകാനായി സാധിച്ചു എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നുണ്ട്.